ED നോട്ടീസ് അയച്ചത് ആർക്ക്? മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച നോട്ടീസിൽ തുടർ നടപടികൾ ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? കഴിഞ്ഞ കുറച്ച് നാളുകളായി SNC ലാവ്ലിൻ എന്ന് കേൾക്കാനേ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് പ്രതിയായിരുന്ന കേസ് ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ വിവേകിന് വന്ന ED നോട്ടീസിന്റെ പേരിലാണ് വാർത്തയിൽ വന്നത്. ED നോട്ടീസ് വന്ന വാർത്തകൾ വന്നെങ്കിലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ ആദ്യം പ്രതികരിച്ചിരുന്നില്ല. ഒടുവിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ED നോട്ടീസ് കിട്ടി എന്ന കാര്യം ആദ്യം സ്ഥിരീകരിച്ചത്. ഇവിടെ എന്താണ് വിവേകിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഒരു കെട്ടിച്ചമച്ച നോട്ടീസ് അയച്ചു നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. കാര്യം എന്താ? ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസാണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരമാർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല. അയച്ച നോട്ടീസ് പിന്നീട് പിൻവലിച്ചു എന്നാണ് CPM ജനറൽ സെക്രട്ടറി പറയുന്നത്. പക്ഷേ അതിന് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൃത്യമായ വിവരമില്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞതെന്ന് ഇന്ന് പിണറായി വിജയൻ വൈകുന്നേരം പറഞ്ഞു വെക്കുന്നു. ഏതായാലും വിദേശത്ത് ജോലി ചെയ്യുന്ന, വല്ലപ്പോഴും മാത്രം നാട്ടിൽ വരുന്ന വിവേകിന് എന്തിന്റെ പേരിലാണ് ED നോട്ടീസ് എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഏത് കേസിലായിരിക്കും നോട്ടീസ് എന്നതായിരുന്നു എല്ലാവർക്കും അറിയാനുണ്ടായിരുന്നത്. ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞു. SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് EDയുടെ നോട്ടീസ്. മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസത്തിന് SNC ലാവ്ലിൻ കമ്പനിയുടെ പ്രതിനിധിയായ ദിലീപ് രാഹുലൻ പണം ചെലവഴിച്ചെന്നാണ് EDയുടെ നിഗമനം. ഇതനുസരിച്ചാണ് വിവേകിന് സമൻസ് അയച്ചത്. മുൻ വൈദ്യുതി മന്ത്രിമാരായ പിണറായി വിജയനും G കാർത്തികേയനും ദിലീപ് രാഹുലൻ പണം നൽകിയെന്നും മൊഴിയുണ്ടെന്നാണ് EDയുടെ നിലപാട്. സമൻസ് അയക്കും മുൻപേ തയ്യാറാക്കിയ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ED വ്യക്തമാക്കുന്നത്.